ഡ്രൈവിംഗ് പരിശീലനത്തിനും ടെസ്റ്റിനുമായി ഗതാഗത വകുപ്പ് നിർദ്ദേശിക്കുന്ന പരിഷ്കാരം നടപ്പാക്കാൻ ഡ്രൈവിംഗ് സ്കൂളുകൾ കണ്ടെത്തേണ്ടത് 50 മുതൽ 70 സെന്റ് വസ്തു. ഇത് വലിയ ബാധ്യത ആയതിനാൽ ചെറിയ ഡ്രൈവിംഗ് സ്കൂളുകൾ പൂട്ടിപ്പോകും. പകരം വൻകിട മുതലാളിമാരായ കോർപ്പറേറ്റുകൾ എത്തും. പരിഷ്കാരം കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണെന്ന ആരോപണം ശക്തമാകുന്നതാണ് സർക്കാർ നീക്കം. ഡ്രൈവിംഗ് പരിശീലന ചെലവും ഇരട്ടിയിലധികമാകും. ഇപ്പോൾ 7,500 മുതൽ 11,000 വരെയാണ് കാർ ലൈസൻസ് എടുക്കാൻ വാങ്ങുന്നത്. 1,496 ഡ്രൈവിംഗ് സ്കൂളുകളാണ് കേരളത്തിലുള്ളത്. ഓരോ സ്കൂളിലും 4 മുതൽ 10 വരെ ജീവനക്കാരുമുണ്ട്. പരിഷ്കാരപ്രകാരം വലിയ ഡ്രൈവിംഗ് സ്കൂളുകൾ ഒന്നിച്ചോ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളോ ആയിരിക്കും ടെസ്റ്റ് ഗ്രൗണ്ടും ട്രാക്കും സജ്ജമാക്കുക. ഓരോ ടെസ്റ്റിനും ഇവരായിരിക്കും ഫീസ് ഈടാക്കുക. നിയമപ്രകാരം ഫീസ് ഈടാക്കാനുള്ള അധികാരം മോട്ടോർ വാഹന വകുപ്പിനാണ്. ടെസ്റ്റിന് മാത്രം 300 രൂപയാണ് നിലവിലെ ഫീസ്. ഗ്രൗണ്ട് ട്രാക്കുകളും ഡ്രൈവിംഗ് സ്കൂളുകൾ ഒരുക്കണമെന്നാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം. അതേസമയം ടെസ്റ്റിംഗ് ട്രാക്കുകൾ എങ്ങനെ നിർമ്മിക്കണമെന്ന നിർദ്ദേശങ്ങളൊന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലറിലില്ല. 2017 ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് സെന്ററുകൾ തുടങ്ങിയപ്പോൾ റിവേഴ്സ് പാർക്കിംഗും കയറ്റത്തിൽ നിർത്തിയ മുന്നോട്ടെടുക്കലുമൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ എല്ലായിടത്തും ഒരേ പരിശോധനാ സംവിധാനം വേണമെന്ന ഹൈക്കോടതി വിധിയോടെ ഇത് ഒഴിവാക്കേണ്ടി വന്നു. 86 സ്ഥലങ്ങളിൽ ടെസ്റ്റ് ഉണ്ടെങ്കിലും 9 എണ്ണത്തിൽ മാത്രമാണ് മാനദണ്ഡം പാലിക്കുന്നത്. പുതിയ സർക്കുലറിലെ നിർദ്ദേശങ്ങൾ കേന്ദ്ര നിയമത്തിനെതിരാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റ് നിർവചിക്കുന്ന കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിൽ വാഹനത്തിൽ വേഗമനുസരിച്ച് ഗിയർ മാറ്റണമെന്നേ ഉള്ളൂ. ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് പ്രകാരമാണ് വാഹനങ്ങളുടെ ഗിയർ സംവിധാനം ഒരുക്കുന്നത്. ഇത് പരിശോധിച്ച ശേഷമാണ് ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ വാഹനങ്ങൾക്ക് അനുമതി നൽകുന്നത്. നിയന്ത്രണം ഏർപ്പെടുത്താൻ സംസ്ഥാനത്തിന് അധികാരവുമില്ല. വാഹനങ്ങൾ വ്യാപകമായതിനാൽ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ട്രാൻസ്മിഷൻ, ഇന്ധനം എന്നിവ പരിഗണിക്കേണ്ടതില്ല. ഇതു സംബന്ധിച്ച് കഴിഞ്ഞ വർഷം സംസ്ഥാന സർക്കാരിന് കത്തും നൽകി. അപേക്ഷകർക്ക് സ്വന്തം വാഹനം ടെസ്റ്റിന് ഉപയോഗിക്കാം. GPS, നിരീക്ഷണ ക്യാമറ എന്നിവ നിർബന്ധമല്ല. ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളിൽ ക്യാമറയും GPS-ഉം വേണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. എന്നാൽ സ്വകാര്യ വാഹനങ്ങളുടെ കാര്യത്തിൽ വ്യക്തതയില്ല. തമിഴ്നാട്ടിലും കർണാടകയിലും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിന് ചെലവ് കുറവാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ അതിർത്തിയിൽ താലൂക്കുകളിലുള്ളവർക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ലൈസൻസ് എടുക്കാം. ഇതിനായി ഏജന്റുമാരും രംഗത്തുണ്ടാകും. പുതിയ നിർദ്ദേശങ്ങൾ പലതും പ്രായോഗികമാകാറില്ല. സാമ്പത്തിക ബാധ്യത വരുത്തുന്ന നിർദ്ദേശങ്ങൾ സർക്കാർ തിരുത്തുകയും ചെയ്യണം. അതേസമയം KSRTC തിരുവനന്തപുരം ജില്ലയിൽ നടപ്പിലാക്കിയ റൂട്ട് റാഷണലൈസേഷൻ പദ്ധതി 2 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാ ജില്ലകളിലും നടപ്പിലാക്കും. യാത്രക്കാർ കുറവുള്ള സർവീസുകൾ ഒഴിവാക്കി തിരക്കേറിയ സമയത്ത് കൂടുതൽ സർവീസുകൾ നടത്തുന്നതുമാണ് റൂട്ട് റാഷണലൈസേഷൻ. ഇതോടൊപ്പം കട്ടപ്പുറത്തുള്ള ബസ്സുകൾ കൂടി നിരത്തിലിറക്കും. റൂട്ട് റാഷണലൈസേഷൻ നടപ്പിലാക്കിയതോടെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഒരു ദിവസം 3,29,531 രൂപ ഡീസൽ ഇന്ധനത്തിൽ ലാഭിക്കുവാൻ കഴിയുന്നുവെന്നാണ് കണക്കുകൾ. എല്ലാ ജില്ലകളിലും ഇത് നടപ്പാക്കി കഴിഞ്ഞാൽ ഒരു ദിവസം 40 മുതൽ 50 ലക്ഷം വരെ ഡീസലിൽ ലാഭിക്കാൻ കഴിയുമെന്ന് കണക്കാക്കുന്നു. കൊല്ലത്താണ് അടുത്ത നടപ്പിലാക്കുക. ഗതാഗത വകുപ്പ് മന്ത്രിയായി കെ.ബി. ഗണേഷ് കുമാർ ചുമതലയേറ്റെടുത്ത ശേഷം തിരുവനന്തപുരം സിറ്റി, തിരുവനന്തപുരം സെൻട്രൽ, നെയ്യാറ്റിൻകര, നെടുമങ്ങാട്, ആറ്റിങ്ങൽ എന്നീ 5 ക്ലസ്റ്ററുകളിലായുള്ള 20 യൂണിറ്റുകളിലെ യൂണിറ്റ് ഓഫീസർമാരായും KSRTC മാനേജിംഗ് ഡയറക്ടർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻസ് എന്നിവരുമായും നടത്തിയ യോഗങ്ങളിലാണ് റൂട്ട് റാഷണലൈസേഷൻ നിർദ്ദേശം അവതരിപ്പിക്കപ്പെട്ടത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി റൂട്ട് റാഷണലൈസേഷൻ നടപ്പിലാക്കാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു. 20 ഡിപ്പോകളിൽ റൂട്ട് റാഷണലൈസേഷൻ ഭാഗമായി ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കി ഷെഡ്യൂൾ റീ അറേഞ്ച് ചെയ്ത് നേടാനായത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ നേട്ടമാണ്. ഒരു ദിവസത്തെ ലാഭം 2,85,837 രൂപ 43 പൈസ എന്നത് ഡെഡ് കിലോമീറ്റർ ഒഴിവാക്കിയതിനുള്ള ലാഭം മാത്രമാണ്. 1998.40 കിലോമീറ്ററാണ് തിരുവനന്തപുരത്ത് മാത്രം ഡെഡ് കിലോമീറ്ററായി പരിശോധനയിൽ കണ്ടെത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.